നമസ്കാരം, ഇരിഞ്ഞാലക്കുട വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ അശോകനാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സമീപത്ത് തന്നെയായിട്ടുള്ള ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിലാണ്. നമുക്കറിയാം, ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് അറിയാത്തവരായിട്ട് ഇരിഞ്ഞാലക്കുടക്കാരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. 1974 മുതൽ തന്നെ പ്രവർത്തിക്കുന്ന ഇരിഞ്ഞാലക്കുടയിലെ ഒരു പ്രമുഖമായ ഒരു സ്ഥാപനമാണ് ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ട്. ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങളോട് കൂടിയിട്ട് പുതിയ കോഴ്സുകളുമായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 10,000 പേരാണ് ഈ ഒരു ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ മേഖലകളിൽ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ ഒരു കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള പുതിയ കോഴ്സുകളാണ് ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ക്രൈസ്റ്റ് കോളേജിന് സമീപത്തായുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ കോഴ്സുകളെന്നും അവയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫാക്കൽറ്റീസായ സന്ധി ചേച്ചി, ജിനി ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പുതുതായിട്ട് തുടങ്ങിയ കോഴ്സുകളും കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എന്നോടൊന്ന് പറയാമോ? ആക്ച്വലി ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇരിഞ്ഞാലക്കുടക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 50 വർഷമായിട്ട് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ നമ്മൾ മാനേജ്മെന്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 2025 ഫെബ്രുവരി 1 അതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തേക്കണം, മാനേജ്മെൻറ്റ് കോഴ്സുകൾ. അതിൻ്റെ ഡ്യൂറേഷൻ ആണെങ്കിൽ 1 ഇയർ, 6 മന്ത്സ്, 3 മന്ത്സ് കോഴ്സുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ കോഴ്സുകൾക്കും നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് നമ്മൾ ഇന്റേൺഷിപ്പും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ സർട്ടിഫിക്കേഷൻ വരുന്നത് സ്റ്റേറ്റ് കൗൺസിലിന്റെ ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ നമ്മൾ ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ഗൾഫ് കൺട്രീസിലേക്കും യൂറോപ്യൻ കൺട്രീസിലേക്കും പോകുന്ന സ്റ്റുഡൻസിനായിട്ട് ലൂണയുടെ സർട്ടിഫിക്കറ്റും കൂടി പ്രൊവൈഡ് ചെയ്യും. നമുക്കറിയാം, പണ്ടും ഇത്രയും വർഷക്കാലം ഒരു 10,000 വിദ്യാർത്ഥികൾ ലൂണയിൽ നിന്ന് പഠിച്ചിറങ്ങി വിവിധ രാജ്യങ്ങളിലായിട്ട് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടുത്തെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം കാലാനുസൃതമായ മാറ്റങ്ങൾ ലൂണ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും അധികം തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് ഡിമാൻഡുള്ള 4 കോഴ്സുകളാണ് പ്രധാനമായിട്ട് ഇപ്പൊ മാനേജ്മെന്റ് കോഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിന് ഒന്നാമത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പിന്നെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ കോമേഴ്സ് ആൻഡ് ട്രേഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. പിന്നെ ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഈ 4 കോഴ്സുകളാണ് നമ്മൾ മാനേജ്മെന്റ് കോഴ്സുകളായിട്ട് ചെയ്യുന്നത്. ഈ 4 കോഴ്സിന് നമ്മൾ ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കമ്പനികളായിട്ട്, ലോജിസ്റ്റിക്സ് കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഹോസ്പിറ്റൽസ് ആയിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ ജോലിക്ക് കയറ്റാവുന്ന രീതിയിലാണ് കോഴ്സ്. അതിന് പുറമെ നമ്മൾ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടർ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതിനുള്ള ട്രെയിനിങ്ങും കൂടി ഇതിന്റെ കൂടെ കൊടുത്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. ഇപ്പൊ ലോജിസ്റ്റിക്സ് പറഞ്ഞല്ല, ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അതിന്റെ ഒരു സാധ്യതകളും ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പൊ വരുന്നത്? ലോജിസ്റ്റിക്സ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും വിദേശത്തും ഒരേപോലെ ജോലി സാധ്യതയുള്ള കോഴ്സാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യത വരാൻ സാധ്യതയുണ്ട്. അതെ അതെ. ഇപ്പൊ നമ്മുടെ സീപോർട്ട്, എയർപോർട്ട്, അതേപോലെ വെയർ ഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഡോക്യുമെന്റേഷൻ ഡിവിഷൻ, ഇതിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇപ്പൊ കേരളത്തിൽ നിൽക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് തൊഴിലവസരം വിഴിഞ്ഞം പോർട്ടിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. പിന്നെ പുറത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തും ഒരുപാട് സാധ്യതയുള്ള കോഴ്സാണ്. പിന്നുള്ളത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ പറഞ്ഞല്ല, ആ കോഴ്സുകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അത് നമ്മളെ MS ഓഫീസ് ആൻഡ് ടാലി, പിന്നെ ടാലി പ്രൈം, പിന്നെ ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, പിന്നെ നമ്മൾ പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഒരു കോഴ്സ്, എഡിറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഒരു കോഴ്സും കൊടുക്കുന്നുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോ ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ കോഴ്സ് വരുമ്പോ എങ്ങനെയാണ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് അനിമേഷൻ വരുന്നത്? ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് അനിമേഷന് ഒരുപാട് തൊഴിൽ സാധ്യത ഉള്ളത് കൂടുതലും അനിമേഷൻ ഇൻഡസ്ട്രി, മീഡിയ ഇൻഡസ്ട്രി,
ഫിലിം ഇൻഡസ്ട്രി അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, പിന്നെ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, അതിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ് മേഖല വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിലേക്ക് ഉതകുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ കോഴ്സുകൾ വരുന്നത്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6 മാസം ദൈർഘ്യമുള്ള കോഴ്സാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അത് നമുക്കറിയാലോ, കൊറോണ പീരീഡിൽ നമ്മളെല്ലാം ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് 24/7 പ്രവർത്തിച്ച ഒരു മേഖലയാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ചാണ് അവിടെ ജോലി സാധ്യതകൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടായിരിക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ തൊഴിൽ സാധ്യതയുള്ളത് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫീസ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, പേറോൾ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച കുട്ടികൾക്കാണ് അവിടെ തൊഴിൽ സാധ്യത ഉള്ളത്. അതെ, നമ്മൾ ഹോസ്പിറ്റൽസ് ആയിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള പറയുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ഓഫീസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് കോഴ്സിൽ അതിനനുസരിച്ചുള്ള ഒരു സിലബസ് ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഓഫീസ് മാനേജ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഒരു സിലബസ് അനുസരിച്ച് കുട്ടികളെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ നമ്മൾ ഇ കൊമേഴ്സ് ആൻഡ് ട്രേഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ് ആൻഡ് ട്രേഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇന്നത്തെ കാലത്ത് അറിയാലോ, ഏത് ബിസിനസ്സിനാണെങ്കിലും മാർക്കറ്റിംഗിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് ആണല്ലോ, ഇപ്പൊ ഡിജിറ്റൽ വേൾഡ് ആണല്ലോ നമ്മളിപ്പോ. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട്. ഇപ്പൊ ആരും പത്രത്തിലോ അതിലൊന്നും കൊടുത്തിട്ടൊന്നും അതെ. ഈ കോഴ്സിൽ തന്നെ നമ്മൾ ട്രേഡ് മാനേജ്മെന്റ്, ഇ കൊമേഴ്സ് ആൻഡ് ട്രേഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓൺലൈൻ ട്രേഡ് ഒക്കെ ഉണ്ടല്ലോ, മ്യൂച്വൽ ഫണ്ട് ബിസിനസ്, ഷെയർ മാർക്കറ്റ് ബിസിനസ്, അപ്പൊ ആ രീതിയിലുള്ള ബിസിനസ് സാധ്യതകളും കൂടുതലുണ്ട് ആ കോഴ്സിന്. അവർ തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയും കൂടിയാണ് ഓൺലൈൻ ട്രേഡ്. അപ്പൊ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 മേഖലയിലേക്കും ഒരേപോലെ തൊഴിൽ സാധ്യത ഉണ്ടായിരിക്കും. നമ്മൾ പ്ലേസ്മെന്റ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ നമുക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് വരുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ടാലി, പ്രൈം, MS ഓഫീസ് അങ്ങനത്തെ കമ്പ്യൂട്ടർ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ എങ്ങനെയാണ്? അത് 3 months കോഴ്സുകളാണ്. അതും സർട്ടിഫിക്കേഷൻ സ്റ്റേറ്റ് കൗൺസിലിന്റെ ആണ് വരുന്നത്. അസുറാലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. പെട്ടെന്ന് ഇപ്പൊ ടാലിയൊക്കെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഡിഗ്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ടാലിയിലൊക്കെ ഒന്ന് പ്രാവീണ്യം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ വെക്കേഷനിൽ കുട്ടികൾക്കായിട്ട് 7 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് വെക്കേഷൻ ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് വരുന്നത് AI ആൻഡ് റോബോട്ടിക്സ്. അപ്പൊ കുട്ടികൾക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് റോബോട്ടിക്സ് കിറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ കോഴ്സ് ചെയ്യണത്. അപ്പൊ കുട്ടികൾക്ക് വെക്കേഷനിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ചെയ്ത് അവർക്ക് ഒരു ടോയ് ഉണ്ടാക്കാനോ. അതെ, കുട്ടികളെ ഈ ഒരു സമയം തൊട്ട് തന്നെ നമുക്ക് പ്രാപ്തരാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതെ. അപ്പൊ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ കൊടുത്തിട്ടാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 1 month കോഴ്സുകൾ, ചെറിയ കമ്പ്യൂട്ടർ കോഴ്സുകൾ ഒരുപാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ഇവിടെ വന്നുള്ള അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിനുള്ള ഫാക്കൽറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് അറിയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ മാറ്റങ്ങളോടാണ് ഇവിടുത്തെ ക്ലാസ്സുകളും ക്ലാസ് റൂമുകൾ, അതോടൊപ്പം തന്നെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. അത്ര മനോഹരമായിട്ടാണ് ക്ലാസ് റൂമുകളും കാര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പഠിക്കാനുള്ള കോഴ്സുകളുടെ ഒപ്പം തന്നെ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അതിനുള്ളൊരു ബാക്കപ്പ്, ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ബാക്കപ്പും ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്കറിയാം, ഓരോ കോഴ്സുകൾ പഠിച്ചിറങ്ങിയിട്ട് പിന്നെ ജോലി തേടി ഇറങ്ങുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള ബാക്കപ്പ് സപ്പോർട്ട്, പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ലൂണയുടെ ഇത്ര വർഷക്കാലത്തുള്ള ഈ 50 വർഷത്തെ പരിചയത്തിന്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്.
അപ്പൊ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ലൂണ ഇപ്പോ ഏറ്റവും വെക്കേഷൻ കോഴ്സുകളിൽ തന്നെ നമുക്കറിയാം AI കോഴ്സ് ചെയ്യുന്നുണ്ട്. എയർ റോബോട്ടിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിപ്പോ ഈ ഒരു വെക്കേഷൻ സമയത്ത് ആരംഭിക്കും, റോബോട്ടിക്സും മറ്റുമൊക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ കുട്ടികളെ ചെറുപ്പകാലത്ത് തന്നെ എഴുതി വരാനുള്ള കാലഘട്ടത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് ഉതകുന്ന തരത്തിലുള്ള ഇത്തരം കോഴ്സുകളൊക്കെ തന്നെ പഠിപ്പിക്കുന്നതിലൂടെ നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുകയാണ് ലൂണയ്ക്കും ലൂണയുടെ കൂടെയുള്ള എല്ലാവർക്കും. കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ ഉന്നതികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.